ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അടുത്ത ദിവസം 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നിങ്ങളുടെ ആനുവൽ എക്സാം ഏതാണ് മക്കളെ? യെസ്, ഇംഗ്ലീഷാണ് ആനുവൽ എക്സാം വരുന്നത് അല്ലേ? വാർഷിക പരീക്ഷ ഇംഗ്ലീഷാണ് വരുന്നത്. അപ്പം എൻ്റെ എല്ലാ മക്കളും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പം മിസ് ഇതാ നിങ്ങൾ അടുത്ത ദിവസത്തെ എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം എൻ്റെ മക്കളെല്ലാവരും റെഡിയാണല്ലോ? നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിനായിട്ട് നിങ്ങൾക്ക് വരാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് നോട്ടീസ് എഴുതുക എന്നുള്ളത് കേട്ടോ. നോട്ടീസ് തയ്യാറാക്കാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മുടെ അടുത്ത ദിവസത്തെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പം മിസ് ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ദ വില്ലേജേഴ്സ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ മീറ്റിംഗ് ടു കൺഗ്രാറ്റുലേറ്റ് ദി യങ് ട്രാവലർ, പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദി പ്രോഗ്രാം. അതായത് നമ്മുടെ വില്ലേജേഴ്സ്, ഗ്രാമത്തിലുള്ള ആളുകൾ എന്ത് തീരുമാനിച്ചു മക്കളെ? നമ്മുടെ യങ് ട്രാവലറെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലേ, അഭിനന്ദിക്കാനായിട്ട് എന്ത് ചെയ്തു, അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് അവരെന്ത് ചെയ്യാണ്, ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ്, മീറ്റിംഗ് കൂടുകയാണ്. അപ്പോൾ അതിലേക്കായിട്ട്, ആ പ്രോഗ്രാമിലേക്കായിട്ട് എന്ത് ചെയ്യാണ്, ഒരു നോട്ടീസ് തയ്യാറാക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത്? അപ്പം നമുക്ക് നോട്ടീസ് തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഫോർമാറ്റുകളൊക്കെ മക്കൾ നോക്കണം കേട്ടോ. നോക്കിക്കേ, ഒരു നോട്ടീസ് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നോട്ടീസിന് എന്ത് ചെയ്യണം, ആദ്യം നമുക്കൊരു ഹെഡിങ് വേണം അല്ലേ? അതായത് നമ്മൾ എന്തിനെക്കുറിച്ചിട്ടാണോ, എന്താണ് ഒരു ടോപ്പിക്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ആ ഒരു നോട്ടീസ് തയ്യാറാക്കുന്നത്, അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ഹെഡ്ലൈൻ നമ്മൾ അവിടെ കൊടുക്കണം അല്ലേ? നോക്കിക്കേ, അവിടെ ഇപ്പം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഹോണറിങ് ദി യങ് ട്രാവലർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ എന്താണ്, ഡിയർ വില്ലേജേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നോട്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അത് മക്കൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പം അവിടെ ഗ്രാമവാസികളോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അറിയിപ്പ് നൽകുന്നത് അല്ലേ? അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, ഡിയർ വില്ലേജേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇനിയിപ്പോൾ കുട്ടികൾക്കായിട്ട്, സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ എന്ത് പറയണം, ഡിയർ സ്റ്റുഡൻസ് എന്ന് പറയണം അല്ലേ? അപ്പോൾ ആരെ അറിയിക്കാനാണോ നമ്മൾ ഈ ഒരു നോട്ടീസ് എഴുതുന്നത്, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം നോട്ടീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ 2 കാര്യം മക്കൾ ശ്രദ്ധിക്കുക. നോക്കിക്കേ, പിന്നെ നമ്മുടെ കാര്യം എന്താണെന്ന് എഴുതുക. പിന്നെ അതുപോലെ തന്നെ എന്നാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, ആ ഒരു ഡേറ്റും ടൈമും ഒക്കെ മക്കൾ എന്ത് ചെയ്യുക, അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് നോട്ടീസ് ചെയ്യുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കിക്കേ, വി ഹാവ് ഡിസൈഡഡ് ടു ഹോണർ ആൻഡ് കൺഗ്രാറ്റുലേറ്റ് ദി യങ് ട്രാവലർ ഹു ഹെൽപ്ഡ് ബ്രിങ് ബാക്ക് യൂണിറ്റി ഇൻ അവർ വില്ലേജ്. എന്താ മക്കളെ പറഞ്ഞത്? ഞങ്ങൾ എന്തിനു തീരുമാനിച്ചിട്ടുണ്ട്? ടു ഹോണർ ആൻഡ് കൺഗ്രാറ്റുലേറ്റ് ദി യങ് ട്രാവലർ അല്ലേ? ആ യങ് ട്രാവലറെ അഭിനന്ദിക്കാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? ഹു ഹെൽപ്ഡ് ബ്രിങ് ബാക്ക് ദി യൂണിറ്റി ഇൻ അവർ വില്ലേജ് അല്ലേ? നമ്മുടെ വില്ലേജിൽ വീണ്ടും ആ ഒരു യൂണിറ്റിയിൽ ആ ഒരു ഒത്തൊരുമ കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുള്ള ആ ഒരു യങ് ട്രാവലറെ അഭിനന്ദിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ദ മീറ്റിംഗ് will be held in our village ground on 25 November 2015. ആ ഒരു മീറ്റിംഗ് എന്നാണ് നടക്കുന്നത്? നമ്മുടെ 2025 നവംബർ 25 നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? ഇൻ അവർ വില്ലേജ് ഗ്രൗണ്ടിൽ. ആ സ്ഥലവും മക്കൾ അത് നോട്ട് ചെയ്യുക. നോട്ടീസ് എഴുതുന്ന സമയത്ത് എവിടെ വെച്ചാണ് ആ പ്രോഗ്രാം നടക്കുന്നത്, ആ സ്ഥലം വേണം, അതുപോലെ ആ ഡേറ്റും കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ അവർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വിൽ ഇനാഗുറേറ്റ് ദി മീറ്റിംഗ്. പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്ത് ചെയ്യും, ആ ഒരു മീറ്റിംഗ് ഇനാഗുറേറ്റ് ചെയ്യും, ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഡേറ്റ് അല്ലേ, ഡേറ്റ് 25 നവംബർ 2055, ടൈം കൊടുത്തിട്ടുണ്ട് 3 PM, വെന്യൂ എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഗ്രൗണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്, ചീഫ് ഗസ്റ്റ് ദി യങ് ട്രാവലർ, അതുപോലെ ഇനാഗുറേഷൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോഗ്രാമിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഷോർട്ടായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് മക്കൾ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടീസിനുള്ള 5 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ആ ഒരു ഫോർമാറ്റ് മക്കൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫോർമാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ഒരു കാര്യം മാത്രം എഴുതിയിട്ട് നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു നോട്ടീസ് വരികയാണെങ്കിൽ മക്കൾ തയ്യാറാക്കുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡയറിയാണ് അടുത്ത നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദ യങ് ട്രാവലർ പ്രിപ്പയർഡ് സ്റ്റോൺ സൂപ്പ് ആൻഡ് എവരിബഡി ലൈക്ക്ഡ് ഇറ്റ്. Everybody became happy. That night he jotted his feeling in his diary. Prepare the diary entry. അതായത് മക്കളെ, നമ്മുടെ യങ് ട്രാവലറുടെ ആ ഒരു ചാപ്റ്റർ തന്നെയാണ് ഡയറി എൻട്രി ചോദിച്ചിട്ടുള്ളത്. അതായത് യങ് ട്രാവലർ നമ്മുടെ
വില്ലേജേഴ്സിന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മക്കളെ? സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ എല്ലാവരും അന്നത്തെ ദിവസം ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ആ ദിവസം അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ഒക്കെ എന്ത് ചെയ്തു? ഡയറിയിൽ കുറിച്ച് വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു ഡയറി എഴുതാനാണ് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വേണം മക്കൾ ഡയറി എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് മക്കൾക്ക് എന്തറിഞ്ഞിരിക്കണം? ആ ഒരു ചാപ്റ്റർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എന്താണ് അതിലെ സ്റ്റോറി എന്നതിനെക്കുറിച്ച് മക്കൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത്? അതിനും ഉണ്ടല്ലോ ഒരു ഫോർമാറ്റ്. നമ്മളിപ്പോൾ നോട്ടീസ് പറഞ്ഞ പോലെ തന്നെ ഡയറിക്കും എന്തുണ്ട്? ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ ഒരു കുറഞ്ഞ എമൗണ്ടിലാണ് നമ്മൾ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായനയും എഴുത്തും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറും പിന്നെ നിങ്ങളുടെ കൂട്ടുകാരുമൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനൊക്കെ സാധിക്കും കേട്ടോ മക്കളെ. അപ്പോൾ നമ്മളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇനി നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണെങ്കിൽ നമ്മളിത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, നമ്മുടെ ആപ്പിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ മാഷും ടീച്ചറും എന്ന് പറയുന്ന ആപ്പിലായിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾക്കും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ ക്ലാസ്സിന് ശേഷം ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. സ്റ്റഡി മെറ്റീരിയലുകളും റിട്ടൺ നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ നമ്മൾ LKG UKG ക്ലാസ് പഠിക്കുന്ന കൊച്ചു കൂട്ടുകാർക്കുള്ള ക്ലാസ്സുകൾ വെക്കേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം LKG UKGയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞു കൂട്ടുകാർ, നിങ്ങളുടെ വീട്ടിലുള്ള അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ അടുത്ത വർഷം ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്ത വർഷം LSS എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന കൂട്ടുകാർ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ LSS ക്ലാസ്സുകൾ നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ എല്ലാ കോഴ്സിനുമായിട്ട് നമ്മൾ മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് ഫീ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഇവിടെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ മക്കളെ. അപ്പം ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക, ഈ ഒരു ഫീൽ, ഈ ഒരു ഇളവ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, പിന്നെ നമ്മുടെ ഡയറി എൻട്രിയിലോട്ട് വരാം. ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കേണ്ടത് മക്കളെ ഈ ഡേറ്റും അതുപോലെ തന്നെ ദിവസവും നമ്മൾ കൊടുത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറി അത് എഴുതുന്ന സമയത്ത് നമ്മൾ അത് നിർബന്ധമായിട്ട് മക്കൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ മക്കൾ കുറച്ച് പ്രയാസമാണെങ്കിലും ഈ ഒരു കാര്യം എഴുതിയിട്ടാണെങ്കിൽ നമുക്ക് അതിന് പ്രത്യേക മാർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. നോക്കിക്കേ മക്കളെ, അന്നേരം ഡയറി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ടുഡേ ഈസ് എ ഹാപ്പി ഡേ. വെൻ ഐ റീച്ച്ഡ് ദിസ് വില്ലേജ് ഐ തോട്ട് ദി വില്ലേജേഴ്സ് വർ നോട്ട് ഫ്രണ്ട്ലി ബട്ട് ദേ വർ ഗുഡ് പീപ്പിൾ. എന്താ മക്കളെ പറഞ്ഞത്? ടുഡേ ഈസ് എ ഹാപ്പി ഡേ. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണല്ലേ. ഞാൻ ഈ വില്ലേജിൽ എത്തിയ സമയത്ത് എന്താണ് വിചാരിച്ചത്? വില്ലേജേഴ്സ് ഒന്നും ഒരു ഫ്രണ്ട്ലി അല്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ദേ വർ ഗുഡ് പീപ്പിൾ. പക്ഷെ അവരെന്താണ്? നല്ല ആളുകളാണ് അല്ലേ. വെൻ ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് സോപ്പ് ദേ ഓൾ ഹെൽപ്ഡ് മീ. ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് എല്ലാവരും എന്ത് ചെയ്തു? എന്നെ സഹായിച്ചിട്ടുണ്ട്. ദേ വർ ട്രൂലി ഇന്നസെൻറ്റ്. ദേ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് എ സ്റ്റോൺ സോപ്പ്. അല്ലേ, അവരെല്ലാവരും എന്താണ്? ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അവരെന്താണ് ഇപ്പം വിചാരിച്ച് വെച്ചിട്ടിരിക്കുന്നത്? അതൊരു സ്റ്റോൺ സോപ്പാണ് എന്നാണ് അവരെല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. വെൻ ഐ റിവീൽഡ് ദി സീക്രട്ട് ദേ ബിക്കെയിം ഹാപ്പി. അല്ലേ, ഞാൻ അതിൻ്റെ ആ ഒരു രഹസ്യം പറഞ്ഞ സമയത്ത് അവരെല്ലാവരും ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ട്. നൗ ദേ നോ ദാറ്റ് ഷെയറിങ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അവർക്ക് എന്തറിയാം? ഫുഡ് ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അവർക്കറിയാം അല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു ഡയറി എഴുതിയിട്ടുള്ളത് അല്ലേ. ഇനിയും ഒത്തിരി കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ട് അല്ലേ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിൻ്റെ കാര്യം മറക്കരുത് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ചിലർ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് സ്പീച്ച് തയ്യാറാക്കാനായിട്ട്. നോക്കിക്കേ മക്കളെ, വൈ ആർ ബുക്സ് ഇമ്പോർട്ടൻറ്റ്? പ്രിപ്പയർ എ ഷോർട്ട് സ്പീച്ച് എക്സ്പ്ലെയിനിങ് വൈ ബുക്സ് ആർ ഇമ്പോർട്ടൻറ്റ്. അതായത് എന്തുകൊണ്ടാണ് മക്കളെ ഈ ബുക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ബുക്സ് അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ ആ ബുക്ക് പ്രധാനമാണ്, പുസ്തകങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ എന്നതിനെക്കുറിച്ചിട്ട് ചെറിയൊരു സ്പീച്ച്, ചെറിയൊരു പ്രസംഗം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, നോക്കിക്കേ. അപ്പോൾ ഒരു പ്രസംഗം തയ്യാറാക്കുന്ന സമയത്ത് ഈ 2 കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിക്കണം. അതായത് ഒരു സ്റ്റാർട്ടിങ് വേണം, അതുപോലെ തന്നെ സ്പീച്ചിന് ഒരു അവസാനം. എല്ലാവരുടെ അടുത്തും നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രസംഗം അവസാനിപ്പിക്കുക അല്ലേ. ഓക്കെ,
ആദ്യം തന്നെ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് ആൾ എന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മക്കളുടെ ഇഷ്ടം പോലെ അവിടെ അഭിസംബോധന ചെയ്യാവുന്നതാണ്. നോക്കിക്കേ, ബുക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ബുക്സ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ടീച്ച് അസ് ന്യൂ തിങ്സ് എവറി ഡേ അല്ലേ. ഓരോ ദിവസവും അവ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈ റീഡിങ് സ്റ്റോറീസ് വി ലേൺ അബൌട്ട് പീപ്പിൾ, പ്ലേസസ് ആൻഡ് ആനിമൽസ് അല്ലേ. നമുക്ക് ഓരോ സ്റ്റോറികൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആളുകളെ മനസ്സിലാവും, ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് മനസ്സിലാവും, ഒരുപാട് ജീവികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും അല്ലേ. ബുക്സ് മേക്സ് എ സ്മാർട്ടർ ആൻഡ് മോർ ക്രിയേറ്റീവ്. ബുക്സ് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സ്മാർട്ടാക്കിയും അതുപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റീവ് ഉള്ള ആളുകളൊക്കെ ആക്കിയിട്ട് മാറ്റൂ അല്ലേ. റീഡിങ് ഗിവ് അസ് ജോയ്, സോ ലെറ്റ് us ആൾ റീഡ് എ ബുക്ക് എവറി ഡേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, പുസ്തകം വായിക്കണം അല്ലേ. താങ്ക് യു. അപ്പോൾ വളരെ ചെറിയൊരു സ്പീച്ചാണ് മിസ് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, സ്പീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ എൻഡിങ്ങും വളരെ ശ്രദ്ധിക്കുക. പിന്നെ എന്തിനെക്കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേ മക്കളെ, പോസ്റ്ററാണ് നമ്മുടെ ബുക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രിപ്പയർ എ പോസ്റ്റർ എൻകറേജിങ് ചിൽഡ്രൻ ടു റീഡ് ബുക്സ്. അപ്പം മിസ് ഇവിടെ 3-4 സെൻറ്റൻസുകൾ കൊടുത്തിട്ട് അതിലേതെങ്കിലും ഒന്ന് മക്കൾ എഴുതിയാൽ മതി കേട്ടോ. നോക്കിക്കേ, റീഡ് ബുക്സ് എവറി ഡേ. എല്ലാ ദിവസവും പുസ്തകം വായിക്കൂ. ഇതൊരു കാര്യം മാത്രം എഴുതിയാലും മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ബോക്സിനകത്താക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക, അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ പിക്ചേഴ്സ് വരച്ചാൽ മതി. ഓക്കെ, അപ്പം എൻകറേജിങ് ചിൽഡ്രൻ ടു റീഡ് ബുക്സ്, അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റർ മേക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ബുക്സ് ഓപ്പൺ ദി ഡോർ ടു നോളജ്. ബുക്സ് ഓപ്പൺ ദി ഡോർ ടു നോളജ് അല്ലേ. അറിവിലേക്കുള്ള വാതിലാണ് ആര് തുറക്കുന്നത്, പുസ്തകങ്ങൾ തുറക്കുന്നത്. റീഡിങ് ഹെൽപ്സ് ചിൽഡ്രൻ ലേണിംഗ് ന്യൂ തിങ്സ്. പുസ്തകം വായിക്കുന്നത് അല്ലേ, വായന കുട്ടികളെ എന്തിനു സഹായിക്കുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ബുക്സ് മേക്ക് എ സ്മാർട്ടർ ആൻഡ് മോർ ക്രിയേറ്റീവ്. പുസ്തകങ്ങൾ നമ്മളെ ഒരുപാട് സ്മാർട്ടാക്കാനും ഒരുപാട് ക്രിയേറ്റീവ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എ ബുക്ക് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ബുക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ചങ്ങാതിയാണ്, സുഹൃത്താണ് അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വാചകം മക്കൾ എഴുതിയാൽ മതി. എന്നിട്ട് അതുപോലെ എന്ത് ചെയ്യുക, കുറച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പിക്ചേഴ്സ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ മിസ് എപ്പോഴും പറയുന്നത് പോസ്റ്റർ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിലുള്ള അക്ഷരങ്ങളൊക്കെ കുറച്ച് വലുതാക്കിയത്, നോർമൽ നമ്മൾ എഴുതുന്ന വലുപ്പത്തിലല്ല, കുറച്ചും കൂടി ഫോണ്ട് സൈസ് കൂട്ടുക. പിന്നെ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് പോസ്റ്ററിനായിട്ടുള്ള 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് കോൺവെർസേഷൻ ആണ്. The tiny raindrop seeped into the soil, then it was drawn into the roots of a paddy. Right, the conversation between the paddy and the raindrop. നമ്മുടെ റെയിൻഡ്രോപ്പും അതുപോലെ തന്നെ നമ്മുടെ പാഡിയിലെ നെൽച്ചെടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആ കുഞ്ഞു റെയിൻഡ്രോപ്പ് മണ്ണിലേക്ക് വീണിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ആ ഒരു പാഡിയും അതുപോലെ തന്നെ നമ്മുടെ റെയിൻഡ്രോപ്പും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കൾ, ആദ്യം പാഡി എന്താണ് പറയുന്നത്, ഹലോ മൈ ലിറ്റിൽ ഫ്രണ്ട് വെൽക്കം. അപ്പം റെയിൻ ഡ്രോപ്പ് എന്താണ് പറയുന്നത്, താങ്ക് യു. ഹൂ ആർ യു. റെയിൻ ഡ്രോപ്പ് ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പോൾ അവൻ ചോദിക്കണം, നീ ആരാണ് എന്ന് ചോദിക്കുകയാണല്ലേ. പാഡി എന്താ പറഞ്ഞത്, ഐ ആം എ പാഡി പ്ലാന്റ്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ഞാനൊരു പാഡി പ്ലാന്റ് ആണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാത്തി നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. റെയിൻ ഡ്രോപ്പ്, ഐ ഹാവ് നെവർ സീൻ യു ബിഫോർ, ഐ ആം എ ലിറ്റിൽ സ്കയേർഡ്. ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് എന്ന് ആര് പറയാണ്, നമ്മളെ റെയിൻ ഡ്രോപ്പ് പറയാണല്ലേ. പാഡി, ഡോണ്ട് വെറി, യുവർ ഫ്രണ്ട്സ് ആർ ഹിയർ ടു. നീ പേടിക്കൊന്നും വേണ്ട, നിൻ്റെ ഫ്രണ്ട്സ് എവിടെയുണ്ട്, ഇവിടെ ഉണ്ടല്ലേ, നിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഇവിടെ തന്നെയുണ്ട്. റെയിൻ ഡ്രോപ്പ്, ഹോ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആര് ചോദിക്കുകയാണ്, നമ്മുടെ റെയിൻ ഡ്രോപ്പ് ചോദിക്കുകയാണ് അല്ലേ. പേടി, വി നീഡ് വാട്ടർ, വിത്തൗട്ട് വാട്ടർ വി ഫീൽ ടയേർഡ്. ഞങ്ങൾക്ക് എന്ത് വേണം, വെള്ളം വേണം അല്ലേ. വെള്ളമില്ലായിട്ട് ഞങ്ങളെന്താണ്, ഞങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ റെയിൻ ഡ്രോപ്പ് പറയണം, ഓക്കെ ഐ വിൽ ഹെൽപ്പ് യു. ശരി, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയാണ്. പാഡി പറയാണ്, താങ്ക് യു മൈ ഫ്രണ്ട്, നൗ വി വിൽ ഗ്രോ വെൽ. ഇപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് വളരാൻ പറ്റുമെന്ന് ആര് പറയാണ്, നമ്മുടെ പാഡി പറയാണല്ലേ. അപ്പം ഇത്തരത്തിൽ നമുക്കൊരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം മക്കൾ നോക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഗെയിൻ ഒരു ഡയറിയാണ് വന്നിട്ടുള്ളത്. ആഫ്റ്റർ ആൻ അഡ്വഞ്ചറസ് ജേർണി ദ ടൈനി റെയിൻ ഡ്രോപ്പ്
returned to the cloud. He was thrilled about his journey. Write the diary entry of the raindrop. അപ്പോൾ ഡയറി എങ്ങനെ എഴുതേണ്ടത് എന്നുള്ള മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആരുടെ ഡയറിയാണ്? നമ്മുടെ റെയിൻ ഡ്രോപ്പിന് ഡയറിയാണല്ലേ. അതായത് ആ ഒരു അഡ്വഞ്ചർ ജേർണിന് ശേഷം നമ്മുടെ റെയിൻ ഡ്രോപ്പ് വീണ്ടും ക്ലൗഡിലോട്ട്, മേഘത്തിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ആ സമയത്ത് അവൻ അവൻ്റെ ജേണിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഡയറിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഡേറ്റ് ചെയ്താൽ, അതുപോലെ തന്നെ ദിവസം ഏതാന്നുള്ളത് എഴുതുക മിസ് പറഞ്ഞു. ഓക്കെ, പിന്നെ എന്താണ് കാര്യം എന്നുള്ളത് എഴുതിയാൽ മതി. ടുഡേ വാസ് എ വെരി എക്സൈറ്റിംഗ് ഡേ ഫോർ മീ. ഐ ഫെൽ ഡൗൺ ഫ്രം ദി സ്കൈ ആൻഡ് സോ എ ബിഗ് വേൾഡ് ബിലോ. അല്ലേ, ഇന്നൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആകാശത്തിൽ നിന്ന് താഴേക്ക് വീണ സമയത്ത് ഒരു വലിയൊരു ലോകം കണ്ടുല്ലേ, താഴെ വലിയൊരു ലോകം കണ്ടു. ദർ വർ മെനി ട്രീസ്, പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്. അല്ലേ, അവിടെ ഒരുപാട് ട്രീസ്, മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ദേ ഓൾ വെൽക്കംഡ് മീ ഹാപ്പിലി. അവരെല്ലാവരും എന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു, സ്വാഗതം ചെയ്തു. വെൻ പീപ്പിൾ സോ ദി റെയിൻ ദേ റാൻ ടു ഫൈൻഡ് ഷെൽട്ടർ. അല്ലേ, ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മഴ കണ്ടപ്പോൾ അവർ ഷെൽട്ടറിന് വേണ്ടിയിട്ടില്ലേ ഒരു തണൽ. നമ്മളിപ്പോൾ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും മഴ കൊള്ളാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, എവിടേക്കെങ്കിലും ഓടിക്കയറില്ല. അപ്പോൾ അതുപോലെ ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. സം ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ദി സ്കൈ ആൻഡ് ഷൗട്ടഡ് റെയിൻബോ റെയിൻബോ. അല്ലേ, കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആകാശം നോക്കിയിട്ട് ഒച്ചിട്ടിട്ടുണ്ട്, റെയിൻബോ റെയിൻബോ, മഴവില്ല് മഴവില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശബ്ദം വെച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് എ ഫണ്ണി മൊമെൻറ്റ്. ദെൻ I fell into the soil. The soil had a fresh and pleasant smell. ഞാൻ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മണ്ണിലേക്ക് വീണിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. നമുക്കറിയാമല്ലേ, മഴത്തുള്ളിയൊക്കെ മണ്ണിൽ വീഴുകയാണെങ്കിൽ ആദ്യം നല്ലൊരു സ്മെല്ലാണ് അല്ലേ. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണല്ലോ ആ ഒരു സ്മെല്ല്. ഓക്കെ, ഐ സേപ്ഡ് ഇൻ ടു ദി സോയിൽ. ഐ വാസ് ഡ്രോൺ ഇൻ ടു എ പാഡി പ്ലാന്റ്. ദർ ഓൾസോ ഐ ഗോട്ട് എ വാം വെൽക്കം. അല്ലേ, ഞാൻ പിന്നെ എവിടേക്ക് എത്തിയിട്ടുണ്ട്, പാഡി പ്ലാന്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയും എനിക്ക് നല്ലൊരു സ്വീകരണമൊക്കെ കിട്ടിയില്ലേ. ഫൈനലി ഐ റിട്ടേൺ ടു ദി ക്ലൗഡ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ അഡ്വഞ്ചർ. ഞാൻ അവസാനം എവിടെ എത്തിയിട്ടുണ്ട്, മേഘത്തിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ അഡ്വഞ്ചർ. നൗ ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ നെക്സ്റ്റ് ജേണി. ഇപ്പം ഞാൻ എന്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്, എൻ്റെ അടുത്തൊരു ജേണിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഓക്കെ മക്കളെ, അപ്പോൾ റെയിൻ ഡ്രോപ്പ് അന്ന് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് മിസ് അവിടെ ഒരു ഡയറി എൻട്രി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? ദെൻ നോക്കിക്കേ മക്കളെ, ലുക്ക് അറ്റ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ്, ഫൈൻഡ് ഔട്ട് ദി ഇമോഷൻസ് ഓർ ഫീലിംഗ് ദേ ഡിനോട്ട് എന്നാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് നിങ്ങൾ എന്ത് ചെയ്തോ, വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കോ, എന്നിട്ട് പഠിക്കുകയോ ചെയ്തോ. ഇതുപോലെ നമുക്ക് കുറച്ച് ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ അല്ല, എക്സ്പ്രഷൻ തരും. നോക്കിയേ, ഹോ വാട്ട്സ് ദാറ്റ്, അതെന്തിനെ എക്സ്പ്രസ് ചെയ്യുന്ന മക്കളെ, ഫിയർ അല്ലേ, പേടീനെയാണ്. പിന്നെ നോക്കിക്കേ, വി വാട്ട് ഫൺ, അതെന്തിനാണ് മക്കളെ, ഹാപ്പിനെസ് ആണ്. നോക്കിക്കേ, പിന്നെ വാവ്, ആർ ദേ വെൽക്കമിങ് അസ് അല്ലേ, വാവ് എന്ന് പറയുന്നത് എന്തിനാണ്, എക്സൈറ്റ്മെൻ്റ് ആണ് അല്ലേ. പിന്നെ ഹേ, അതെന്തിനാ, ഹേ ഹൂ ഈസ് പുള്ളിങ് അസ് ഫ്രം എബോ, അതെന്താ മക്കളെ, വണ്ടർ ആണ് അല്ലേ. പിന്നെ ഹാ വാട്ട് എ പ്ലസൻറ്റ് സ്മെൽ, അതെന്താണ്, റിലീഫ് ആണ് അല്ലേ. അപ്പം ഇതുപോലെ എക്സ്പ്രഷൻ തന്നുകൊണ്ട് അതെന്തിനാണ് സൂചിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. അത് മക്കൾ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചു, എന്തിനുള്ളതാണ് ഇതൊക്കെ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. മിസ് അവിടെ ഓരോന്നിന് നേരെയും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേറെയും ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ മിസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പോയിട്ട് വീഡിയോ കാണാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്ത മക്കൾ വേഗം വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.